അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൗഹീദ് എന്ന വിഷയത്തെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി അസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എന്താണ് തൗഹീദ്? ഏകനാകുക എന്നതാണ് തൗഹീദ്. എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത മുഖ്യ വിഷയമാണ് തൗഹീദ്. ലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. ഓരോ സമുദായത്തിലേക്കും നാം പ്രവാചകന്മാരെ അയച്ചത് അള്ളാഹുവിനെ ആരാധിക്കുകയും ദുർമൂർത്തികളെ വെടിയുകയും എന്ന് പ്രബോധനം ചെയ്യാനാണ്. ആരാധന കർമ്മങ്ങളിലും പ്രാർത്ഥനയിലും നാം അള്ളാഹുവിനെ ഏകനാക്കലാണ് തൗഹീദ്. ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും. രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട അയ്യൂബ് അലൈഹിസ്സലാമും മത്സ്യത്തിന്റെ വായിലകപ്പെട്ട യൂനൂസ് അലൈഹിസ്സലാമും തീ കുണ്ടാരത്തിലെറിയപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാമും ആരോടാണ് പ്രാർത്ഥിച്ചത്? സംശയമില്ല, അള്ളാഹുവിനോട് തന്നെ. അയ്യൂബ് അലൈഹിസ്സലാം ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചത്: വ അയ്യൂബ ഇദ് നാദാ റബ്ബഹു ഇന്നി മസ്സനിയ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. പിന്നെ എങ്ങനെയാണ് ഈ തൗഹീദിൽ മായം കലർന്നത്? മരിച്ചുപോയ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും പേര് പറഞ്ഞ് അവരുടെ ഖബർ കെട്ടിപ്പൊക്കി നാം വിളിച്ചാൽ അവർ കേൾക്കും, നമുക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ചില പുരോഹിതന്മാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ജനങ്ങൾ ഇപ്പോൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതാണ് ശിർക്ക്. അള്ളാഹു ഒരിക്കലും ഓർക്കുകയില്ല ശിർക്ക്. അള്ളാഹു പറയുന്നത് നോക്കൂ: വല്ലദീന യദൂന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. എന്നെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് കാരക്കയുടെ ഒരു ഉടമ പോലും പെടുത്താൻ കഴിയില്ല. അവർ അല്ലാത്ത പക്ഷം അവർക്ക് മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും അതിന് അവർക്ക് ഉത്തരം നൽകാനും കഴിയില്ല. പിന്നെ മുഅ്ജിസത്തും കറാമത്തും ഇസ്ലാമിൽ ഇല്ലെന്നാണോ? ഉണ്ട് കൂട്ടുകാരെ, അത് ഇസ്ലാം അംഗീകരിച്ചതാണ്. മുഅ്ജിസത്ത് എന്നാൽ പ്രവാചകന്മാരുടെ പ്രവാചകത്വം അവരിലൂടെ വെളിപ്പെടുത്തുന്ന ചില അമാനുഷിക കാര്യങ്ങളാണ്. ഉദാഹരണമായി കല്ലും മരങ്ങളും നബിക്ക് സലാം പറഞ്ഞു. മൂസാ നബിയുടെയും സംഘത്തിന്റെയും മുന്നിൽ വെച്ച് കടൽ രണ്ടായി പിളർന്നു. പാറകൾക്കിടയിൽ നിന്ന് ഒട്ടകം വരുന്നു. ചന്ദ്രൻ രണ്ടായി പിളർന്നു. ഇനി കറാമത്ത് എന്നാൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന ചില കഴിവുകളാണ്. ഉദാഹരണമായി രണ്ട് സ്വഹാബികൾ ഒരു യാത്രയിലായവേ രാത്രിയായപ്പോൾ അവർ കൂരിരുട്ടിൽ വഴി തെറ്റുന്നു. അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് അവർക്ക് വെളിച്ചം നൽകി കൊടുക്കുന്നു. അവർ രണ്ട് വഴിയിലേക്കായി തിരിയുമ്പോൾ അള്ളാഹു ആ വെളിച്ചത്തെ രണ്ടാക്കി മാറ്റുന്നു. തൗഹീദ് മൂന്ന് തരത്തിലുണ്ട്: തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ റുബൂബിയ, തൗഹീദുൽ അസ്മാ വ സിഫാത്ത്. ഇതെല്ലാം കൂടി അള്ളാഹു ഒരായത്തിൽ പറയുന്നു നോക്കൂ: റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമിയ. സൂറത്തുൽ മറിയമിലെ 65-ാമത്തെ ആയത്തിൽ. തൗഹീദിന്റെ കാതിൽ പഠിപ്പിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അത് നമുക്കൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു പ്രസംഗം ഞാൻ ഇവിടെ അവസാനിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.